സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ പറയുന്ന ഏറ്റവും കൂടിയ ഒരു ആൻസർ സ്നേഹം എന്നായിരിക്കും. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളതാണ്. ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതികളാണ് കൂടുതലും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സ്നേഹം നടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കൊലപാതകം നടന്നു, വിഷം കൊടുത്തു കൊന്നു, അങ്ങനെ നമ്മൾ അനവധിയായിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സ്നേഹം നടിച്ചു വഞ്ചിക്കുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ചിലരുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ അതിനെ നേരിടുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വില കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി മറ്റൊരാളെ കൊല്ലുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധിയായിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു? നമ്മൾ നമ്മുടെ ദൈവവചനവുമായി നാം ചിന്തിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ പ്രസംഗിക്കുന്നത് നമ്മളെ സ്നേഹം കൊണ്ട് മാത്രം കീഴടക്കുന്ന ഒരു ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ടാണ്. ലോകത്തിൽ അനവധിയായിരിക്കുന്ന മതവിശ്വാസങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലോകത്താണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയാണ്: മാർഗം എന്തുമാകാം, ലക്ഷ്യമാണ് പ്രധാനം.
അതിനുവേണ്ടി എന്ത് മാർഗവും ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്ന പല പുസ്തകങ്ങളും നമുക്കിന്ന് നമ്മുടെ ഈ രാജ്യത്ത് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സ്വന്തം സഹോദരൻ്റെ നേരെ അമ്പ് എയ്യുന്നതിന് പോലും കുഴപ്പമില്ല എന്നുള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രുവിന് നേരെ 1 തല്ലിയാൽ 2 തിരിച്ച് തല്ലുക, 1 പറഞ്ഞാൽ 10 തിരിച്ച് പറയുക, അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്നാൽ ഉറക്കം വരില്ല. ഇങ്ങനെയുള്ളതായിരിക്കും ചിന്താഗതികളൊക്കെ ഉള്ള ലോകത്ത് സ്നേഹം കൊണ്ട് മാത്രം മനുഷ്യനെ കീഴടക്കിയ ഏത് പ്രശ്നങ്ങളും അത് സ്നേഹത്തിൽ പരിഹരിക്കുവാനായിട്ട് നമ്മളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. എങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് അങ്ങനെയാണ്, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാണ്, സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ അത് എങ്ങനെയെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. ആ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം ഒരിക്കലും കണ്ടില്ല എന്നോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള സാഹചര്യം ഇന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ട്. നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? ഈ സ്നേഹം നമുക്ക് എങ്ങനെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയും? അപ്പോൾ ദൈവം എങ്ങനെ നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവം നമ്മളെ സ്നേഹിച്ചു. ഞാൻ ഏതവസ്ഥയിലായിരുന്നപ്പോഴാണ് ദൈവം എന്നെ സ്നേഹിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം ബൈബിളിൽ വ്യക്തമാണ്. റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പിതാവായിരിക്കുന്ന ദൈവം എങ്ങനെ സ്നേഹിച്ചു, എന്നോട് എങ്ങനെ സ്നേഹം പ്രദർശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഞാൻ പാപിയായിരുന്നപ്പോൾ, ക്രിസ്തുവോ നാം പാപികൾ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവൻ മരിക്കുകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അവിടെ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ദൈവം എവ്വണ്ണമാണ് ദൈവത്തിനുണ്ടായിരുന്ന സ്നേഹം നമ്മളോട് പ്രദർശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഞാൻ പാപി ആയിരുന്നപ്പോൾ, മഹാപാപത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ, മഹാപാപക്കുഴിയിൽ ഞാൻ വീണപ്പോൾ, പാപത്തിൻ്റെ ചേറ്റിൽ ഞാൻ കിടന്നപ്പോൾ, അവിടെ നിന്ന് കരകയറുവാനായിട്ട് മാർഗമില്ലാതെ ഞാൻ അലഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയ സമയത്ത് ആ സാഹചര്യത്തിൽ പിതാവായിരിക്കുന്ന ദൈവം എന്നെ സ്നേഹിച്ചു. ഇനി അതെങ്ങനെ സ്നേഹിച്ചു എന്നാണ് നമ്മളവിടെ വായിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ മടിയിലിരുന്നതായിരിക്കുന്ന സ്വപുത്രനെ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ഞാൻ പാപിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി അവനെ വിട്ടുകൊടുത്തുകൊണ്ട്, അവനെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി കർത്താവിൻ്റെ ആ കാൽവരി ക്രൂസിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ കാൽ ക്രൂസിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ ദൈവം എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് ഏറ്റതായിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കർത്താവ് ഏറ്റതായിരിക്കുന്ന പരിഹാസങ്ങൾ, നിന്ദകൾ, ദുഷികൾ, ഇവയൊക്കെ എന്തെല്ലാമായിരുന്നു എന്ന് കാണണമെങ്കിൽ കർത്താവിൻ്റെ കാൽവരി ക്രൂസിലേക്ക് നമുക്ക് നോക്കണം. കാൽവരി ക്രൂസിലേക്ക് നാം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിനെ തകർക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ കാണുന്നു. എന്നാൽ പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ കർത്താവിനെ പറ്റി ഉത്തമവിധത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ ആണ് യേശു ക്രിസ്തു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ 10,000 ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് അതിൽ നമ്മുടെ കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ 10,000 പേരിലും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൊന്നു കർത്താവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1000-ങ്ങളിൽ സുന്ദരൻ, അങ്ങനെ തന്നെ പാട്ടുകൾ ആളുകൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1000-ങ്ങളിൽ സുന്ദരൻ, വന്ദിതൻ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. 1000 സുന്ദരന്മാരെ പിടിച്ച് നിർത്തി അതിൽ നടുവിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് നിർത്തിയാൽ ഈ 1000 പേരിലും സുന്ദരനായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ സുന്ദരനായിരുന്ന, സുമുഖനായിരുന്ന, കോമളനായിരുന്ന നമ്മുടെ കർത്താവിനെ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായിരുന്ന നമ്മുടെ കർത്താവിനെ കാൽവരി ക്രൂസിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തകർക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് കർത്താവ് ആ വണ്ണം തകർക്കപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഞാൻ പാപിയായിരുന്നപ്പോൾ പിതാവായിരിക്കും ദൈവം എന്നെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലൂടെ കർത്താവിനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നാം കാണുന്നു. എഫേസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും
കൃപയാൽ അത്ര നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഇവിടെ ലോകത്തിൽ അനവധി സ്നേഹങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു താജ്മഹൽ പണിത് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സ്നേഹം കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലുള്ളതായിരിക്കുന്ന അനവധിയായിരിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് സ്നേഹത്തിൻ്റെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവം സ്നേഹിച്ച സ്നേഹത്തെപ്പറ്റി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പിതാവായിരിക്കുന്ന ഈ മഹാദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം, വെറും സ്നേഹം എന്നല്ല ഇവിടെ പറയുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെപ്പറ്റി പറയുന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മഹാസ്നേഹം. മഹാസ്നേഹം നിമിത്തം സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ചത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ. അപ്പം നമ്മുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ്? അതിക്രമങ്ങളാൽ മരിച്ചവരാണ്, പാപത്താൽ മരിച്ചവരാണ്, പാപത്തിൽ വീണ് കിടക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരായിരിക്കുന്ന നമുക്ക് വേണ്ടി നമ്മളെ എന്ത് ചെയ്തു? പിതാവായിരിക്കുന്ന ദൈവം മഹാസ്നേഹം നിമിത്തം നമ്മളെ സ്നേഹിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹം ആസ്വദിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തമാണ്. വെറും സ്നേഹമല്ല, മഹാസ്നേഹം. ഈ സ്നേഹം എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ കാൽവരി ക്രൂശിലാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഈ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഞാൻ ഈ കർത്താവിനാൽ ഞാൻ ജീവിക്കേണ്ടതിന് അവനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ സ്നേഹം എവണ്ണം ആണ് പ്രത്യക്ഷമായത് എന്നുള്ളതെന്ന് ചോദിച്ചാൽ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്ന കർത്താവിനെ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഏതാണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും 700-ലധികം വർഷങ്ങൾക്ക് മുൻപേ തൻ്റെ പ്രവചന ആത്മാവിനാൽ അവിടെ എഴുതി വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കർത്താവിനെ പറ്റി, ഈ സുന്ദരനായിരുന്ന പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായിരുന്ന ഈ കർത്താവിനെ കുറിച്ച് അവിടെ യേശയ്യാപ്രവാചകൻ ഇത്രയും വർഷങ്ങൾക്ക് മുൻപേ അവിടെ പ്രവചിച്ചു പറയുകയുണ്ടായി. അത് ഞാൻ വായിക്കാം. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ബി പാർട്ടിൽ, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. ഇവിടെ ഈ ആയിരങ്ങളിൽ സുന്ദരനായിരുന്ന കർത്താവ്, പതിനായിരങ്ങളിൽ കോമളനായിരുന്ന ഈ കർത്താവിനെ എൻ്റെ പാപത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താണ്? അവനെ കണ്ടാൽ യാതൊരു രൂപഗുണവുമില്ല, അവനെ കണ്ടാൽ മനുഷ്യനാണ് എന്ന് തോന്നത്തില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ഇറച്ചിക്കടകളിൽ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടേക്കുന്നത് പോലെ രക്തം വാർന്ന് ഒഴുകി കണ്ടാൽ മനുഷ്യനാണ് എന്ന് തോന്നില്ലാത്ത വിധം അവൻ കാൽവരി ക്രൂശിൽ അല്ലെങ്കിൽ കുരിശേൽ 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് ആ നിലയിലേക്ക് ആയി എന്നുള്ളത് അതിൻ്റെ താഴേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇവിടെയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. നാം അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ്റെ മേൽ ഇട്ട് കൊടുത്തു. സകല അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും എല്ലാം ആരുടെ മേലായി? ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മേൽ പിതാവായിരിക്കുന്ന ദൈവം ഇട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. കാലിക്രൂസിലെ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടക്കുന്ന ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ എത്ര വലിയ പാപി ആണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം. കർത്താവിനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക രൂപഗുണമൊന്നുമില്ല. അതിന് കാരണം എന്താണ്? പടയാളികൾ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി ഉഴവുകാർ ഉഴവുചാൽ കീറുന്ന പോലെ കർത്താവിൻ്റെ ശരീരം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് തകർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ രാജാവാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവൻ്റെ തലയിൽ മുൾക്കിരീടം മെടഞ്ഞു വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചപ്പോൾ ഒഴുകിയ രക്തം, കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ചപ്പോൾ ഒഴുകിയതായിരിക്കുന്ന രക്തം, അതുപോലെ തന്നെ അവൻ്റെ കണ്ണ് മൂടിക്കെട്ടിയ ശേഷം നിന്റെ ചെകിട്ടത്ത് അടിച്ചതാര് എന്ന് പറഞ്ഞ് നീ ദൈവമാണെങ്കിൽ ദൈവത്തനാണെങ്കിൽ അത് പ്രവചിക്കുക എന്ന് പറഞ്ഞ് കർത്താവിനെ അധിക്ഷേപിക്കുന്നതായിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ താടി രോമങ്ങൾ വലിച്ചു പറിക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഈ വണ്ണം കർത്താവിനെ അതിക്രൂരമായിരിക്കുന്ന നിലയിലേക്ക് ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് നൽകുന്നതായിരിക്കുന്ന കുരിശുമരണം ഈ കർത്താവിന് ഏൽക്കേണ്ടതായിരിക്കുന്ന
ചെയ്യേണ്ടതായിട്ട് വന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ചെയ്തതായിരിക്കുന്ന പാപം. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അതുപോലെ തന്നെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ അകൃത്യങ്ങൾ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത്രയുമേ ഉള്ളൂ. ഈ സുന്ദരനായിരുന്ന 10,000 കോമളനായിരുന്ന എൻ്റെ കർത്താവ് വണ്ണം തകർക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് എനിക്ക് വേണ്ടിയാണ് കർത്താവ് കാൽക്രൂശിൽ മരിച്ചത്, എൻ്റെ പാവം നിമിത്തം കർത്താവ് ആ വണ്ണം തകർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. കണ്ടാൽ രൂപഗുണമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, കണ്ടാൽ മനുഷ്യനാണ് എന്ന് തോന്നത്തില്ലാത്ത ആ നിലയിലേക്ക് കർത്താവ് മാറ്റപ്പെട്ടുവെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ പാവമാണ് എന്നുള്ള കാര്യമാണ്. ഔവണ്ണം പാപിയായിരുന്ന എന്നെ പിതാവായിരിക്കും ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം ആരിലൂടെ വെളിവാക്കി പ്രത്യക്ഷമാക്കി എന്ന് ചോദിച്ചാൽ ഈ തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ അത് പ്രത്യക്ഷമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ വണ്ണം തകർക്കപ്പെട്ട കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ദൈവം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ, പാപിയായിരിക്കുന്ന ഞാൻ ഈ പാവത്തിൻ്റെ ശിക്ഷകളെല്ലാം ഏറ്റുകൊണ്ട് നരകത്തിൽ പോയി ശത്രുവായിരിക്കുന്ന സാത്താനും അവൻ്റെ കൂട്ടാളികളും കിടക്കുന്ന ആ തീപ്പൊയ്കയിലേക്ക്, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും എന്ന് ദൈവവചനം പറയുന്നു, ഈ നിത്യയാതനയിലേക്ക് ഞാൻ പോകാതിരിക്കുവാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന വലിയവനായിരിക്കും ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടു, എന്നെ പേർ ചൊല്ലി വിളിച്ചു. എന്നെ മാത്രമല്ല, എൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരോടും ദൈവത്തിനുള്ള സ്നേഹം ഇത് തന്നെയാണ്. ഈ സ്നേഹത്തിന് ഇന്നും അന്നും ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ദൈവം ഇന്നും മനുഷ്യരെ സ്നേഹിക്കുന്നു. ദൈവം തൻ്റെ അടുക്കിലേക്ക് ഇന്നും മനുഷ്യരെ ദൈവം മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വിളി കേൾക്കാതെ, കേട്ടിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്നും ഈ സ്നേഹിക്കുന്നവനായിരിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ കർത്താവിനൊരു പേരുണ്ട്, ഇമ്മാനുവേൽ. അവൻ നമ്മോട് കൂടെ. എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന, എപ്പം യാചിച്ചാലും യാചനകളെ കേൾക്കുന്ന, മനസ്സ് നുറുങ്ങി ഒന്ന് വിളിച്ചാൽ, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. നാം ഇങ്ങനെ ഹൃദയവേദനയോടുകൂടി വിളിച്ചാൽ ആ സമയത്ത് നമ്മുടെ അടുക്കൽ അണഞ്ഞു വരുന്നവനായിരിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. കർത്താവിനെ കുറിച്ച് സുവിശേഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നല്ല ഇടയൻ, അവൻ എല്ലാവർക്കും നല്ലവൻ. ഈ നല്ല ഇടയനായിരിക്കുന്ന നമ്മുടെ കർത്താവ്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആ ആടുകളെ ആക്രമിക്കുവാൻ വേണ്ടി കുറുക്കന്മാരോ അതുപോലുള്ളതായിരിക്കുന്ന ജീവികളോ വന്നാൽ അവയ്ക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു ഇടയനല്ല നല്ല ഇടയൻ. തൻ്റെ ആടുകളെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ പോലും പണയം വെച്ചുകൊണ്ട് ആടുകളെ രക്ഷിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ നല്ല ഇടയൻ വേറെ ആരുമല്ല, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, നമുക്ക് വേണ്ടി സകല വേദനകളും സഹിച്ച, നമ്മുടെ രോഗങ്ങളും നമ്മുടെ പാവങ്ങളും നമ്മുടെ അകൃത്യങ്ങളും സകലതും തൻ്റെ ചുമലിൽ വഹിച്ചവനായിരിക്കുന്ന നല്ലവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വരുമെന്നുള്ളതായിരിക്കുന്ന വലിയൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്തിലും പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തിലും പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ട്, നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനായിരിക്കുന്ന കർത്താവ്, ഇവൻ പാപം കൂടാതെ ഇനി വീണ്ടും വരും. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും ഒക്കെ പെടണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായിരിക്കുന്ന കർത്താവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായിട്ട് ഹൃദയങ്ങളിൽ സ്വീകരിക്കുക. എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുക. കർത്താവാണ് എൻ്റെ രക്ഷിതാവെന്ന് ഞാൻ വായ്കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ ചെയ്താൽ അവനെ അനുസരിക്കുവാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും, എൻ്റെ രക്ഷിതാവ് എൻ്റെ കർത്താവാണ് എന്ന് പറയുമ്പോൾ എല്ലാ നിലകളിലും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എവിടെ പോകണം, ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് ഒരു ഇൻഫർമേഷൻ നൽകുന്ന ഒരു മെസ്സഞ്ചർ എൻ്റെ അടുക്കലുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ആ നിലയിൽ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഈ രക്ഷ കൈവരിക്കുവാനായിട്ട് സാധിക്കും. കാൽക്രൂശിൽ തകർക്കപ്പെട്ടവനായിരിക്കുന്ന നമ്മുടെ കർത്താവ് എൻ്റെ വേദനകളും എൻ്റെ പാവങ്ങളും ചുമന്ന് കാൽക്രൂശിൽ യാഗമായി തീർന്നത് വേറൊന്നിനും വേണ്ടല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയത് എന്ന് വെച്ചാൽ, എന്നെ ആരാക്കി തീർക്കുവാൻ, ദൈവ പൈതലാക്കി തീർക്കുവാൻ, ദൈവ മകനാക്കി തീർക്കുവാൻ, ദൈവ മകളാക്കി തീർക്കുവാൻ, ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി ദൈവം തീർത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പാവങ്ങൾ വഹിച്ചുകൊണ്ട്, എൻ്റെ വേദനകൾ ചുമന്നുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതിനെപ്പറ്റി പാട്ടുകാരൻ പാടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കണ്ടാലോ ആളറിയുകയില്ല, എന്ത്
എന്തുകൊണ്ട് അങ്ങനെയായി തീർന്നു എന്ന് ചോദിച്ചാൽ അവൻ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ അത്ര വലുതാണ്. ആ വേദനകളുടെ പിന്നിൽ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തു കൂട്ടിയ എൻ്റെ പാപങ്ങൾ. നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന നമ്മുടെ പാവങ്ങൾ. ഈ പാവങ്ങൾക്ക് എവിടെയെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് കാൽവരി ക്രൂശ്. കാൽവരിയിൽ കിടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാവങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഞാൻ പാപിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവെ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് നീ മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ, അത് കർത്താവിനോട് ഏറ്റുപറയാൻ തയ്യാറായാൽ ആ പാവങ്ങൾക്കൊക്കെയും പരിഹാരം വരുത്തുവാൻ, പാവങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനായിട്ടാണ് അവൻ വന്നത്. പാവത്തിന് മോചനം നൽകുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവിക സങ്കല്പങ്ങൾ അനവധിയുള്ളതായിരിക്കും. ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ദൈവങ്ങളെല്ലാം എടുത്തു നോക്കിക്കൊള്ളുക. പാപം മോചിച്ചു തരാം എന്ന് പറയുന്ന, ഞാൻ നിൻ്റെ പാപം ക്ഷമിച്ചു തരാം എന്ന് പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ, നമ്മുടെ കർത്താവാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നദികളെല്ലാം ഒഴുകി ഒഴുകി എവിടെ ചെല്ലും? അങ്ങ് കടലിൽ ചെല്ലും എന്ന് വെച്ചാൽ നാം ആരോടൊക്കെ പ്രാർത്ഥിച്ചാലും അതെല്ലാം ഒരു ദൈവത്തിൻ്റെ അടുക്ക ചെല്ലും. അങ്ങനെ എല്ലാ ദൈവങ്ങളുടെ കൂടെയും വെക്കുവാൻ പറ്റുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ മറ്റു ദൈവങ്ങളെ പോലെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാവങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി പകരം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്ത് കളയുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ്റെ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും കഠിനമായിരിക്കുന്ന പാപക്കറകൾ കഴുകിക്കളയുവാൻ അവൻ ഒഴുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവസാനം നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ടൊരു കുത്ത്. ആ കുത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് അല്ല വരുന്നത്, വെള്ളത്തുള്ളികൾ വരുന്നതായിട്ട് അവിടെ കാണുന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഒഴുക്കി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഞാൻ ചെയ്തു കൂട്ടിയ പാവത്തിൻ്റെ ബഹുത്വം എന്താണ് എന്നറിയണമെങ്കിൽ, ഞാൻ എത്ര വലിയ പാപിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാൽവരി ക്രൂശിൽ കിടക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായിരിക്കുന്ന കർത്താവിൻ്റെ ആ രൂപം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. അവണ്ണം കർത്താവ് തകർക്കപ്പെടുവാൻ, ഒരു പാപവും ചെയ്യാത്തവൻ, പാപം എന്താണെന്ന് അറിയാത്തവൻ, ഇങ്ങനെയുള്ള സ്വഭാവ ഗുണമുള്ളവനായിരിക്കുന്ന കർത്താവ് ഈ വണ്ണം ഏറ്റവും വലിയ പാപികളെ പോലെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അങ്ങനെ കിടക്കേണ്ടതായിട്ട് വന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപമാണ് എന്നുള്ളതാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാം. അതിനായിട്ട് വലിയായിരിക്കും ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹവാനായ ദൈവത്തെക്കുറിച്ചാണ് നാം സന്ദേശത്തിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഏതൊരു കുട്ടിയോടും ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ അവർ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. അതെ, ദൈവം സ്നേഹമാണ്. സൺഡേ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന ആദ്യ പാഠം ദൈവം സ്നേഹമാകുന്നു എന്ന പാഠമാണ്. സ്നേഹത്തിന് ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ എന്ന്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഉദാഹരണം എത്രത്തോളം ആപ്റ്റാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്ന അനേക അമ്മമാരെക്കുറിച്ച് നാം നവമാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ്. സ്നേഹത്തിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് ബാധ്യതയായിരിക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുകയോ അതിനെ കൊല്ലുവാൻ പോലും മടിക്കാത്തതായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് ദൈവം കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് കാണിച്ചു തന്നു.
തൻ്റെ പൊന്നോമന പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മോടുള്ള സ്നേഹത്തെ ദൈവം കാണിക്കുകയുണ്ടായി. റോമർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ, അവിടെ തുടർന്ന് വായിക്കുന്നുണ്ട്, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ. അതേ പ്രിയപ്പെട്ടവരെ, നാം ബലഹീനരും ശത്രുവും പാപിയും ആയിരുന്ന സമയത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മോട് കരുണ കാണിച്ചു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കാൽവരിയിലെ ക്രൂശിലാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ തൻ്റെ പൊന്നോമന പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിലെ യാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ശ്രവിക്കുന്നവർ, സ്നേഹിതരെ, ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നമുക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ്. നമ്മോട് തന്നെ പറയുക, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരണപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അവിടുന്ന് നിത്യജീവൻ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് നാം ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് നിത്യജീവനെ, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവെഴുത്തിന് ഞങ്ങളിങ്ങനെ വായിക്കുന്നു, അവിടെ ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹമെന്നാണ് ഞങ്ങൾ വായിക്കുന്നത്. കർത്താവേ, അവിടുത്തെ സ്നേഹത്തെ കാൽവരിയിലെ ക്രൂശിൽ അവിടെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ കേട്ടതുപോലെ ബലഹീനരാണ്. ശത്രുക്കളായിരുന്ന സമയത്ത്, ആ തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ പൊന്നോമന പുത്രനെ തകർത്ത് കളയുവാനായിട്ട് അവിടുന്ന് മനസ്സായി അതോർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ആ കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ, മകളായിട്ട് തീരുവാൻ അവിടുന്ന് ഞങ്ങൾ ഏവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേട്ട പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ കർത്താവിന് അവസരം കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ ഈ നാളുകളിൽ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം കേട്ട ഏവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുവാനായി സത്യസത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.